വെൽ പ്ലേഡ് എന്ന് പറഞ്ഞ് പല കമൻറ്റും കണ്ടു. പക്ഷേ എനിക്ക് ആ വെൽ പ്ലേഡ് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ പറ്റിയില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വാസ് ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കോച്ചിന് ആക്ച്വലി ടീമിൻ്റെ പെർഫോമൻസിൽ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ പ്രൗഡും ഫീലും ഒക്കെ മച്ച് ബെറ്റർ എന്നുള്ളൊരു സാധനമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും പോരാ ഈ സീസണിൽ എന്നുള്ളതാണ്. Hello guys, welcome back to Andapan Talkies. This is RJ Andapan and you are listening to Andapan Talkies podcast. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു തോൽവി അങ്ങ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പോയി നമ്മൾ തോറ്റതിനെ പറ്റിയിട്ടാണ്. ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ വേണ്ട, ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു, തോൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എങ്കിലും കുറേ പേരുടെയൊക്കെ കമൻറ്റ് പറയണ പോലെ വെൽ പ്ലേഡ് ആയിട്ട് തോക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വെൽ പ്ലേഡ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. ഞാനതൊന്ന് ജസ്റ്റ് നോക്കിയതാണ്. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ പോസിറ്റീവായിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റാക്കിംഗ് സൈഡ് ഉണ്ട്. നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പെർഫോമൻസ് അറ്റാക്കിങ്ങിൽ നല്ലതാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾ സ്കോർ ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ എത്രത്തോളം നമുക്ക് ഗോളുകൾ വഴങ്ങാതിരിക്കാൻ പറ്റും എന്നുള്ളിടത്താണ് നമ്മുടെ ജയം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഈ സീസണിലെ ഏറ്റവും മോശമായിട്ടുള്ള ഡിഫൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നമ്മൾ വഴങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഒരു 70-75 മിനിറ്റിൽ നമ്മൾ ഒരു ഗോളിന് ലീഡ് നിൽക്കുന്ന സമയത്ത് എന്ത് കണ്ടിട്ടാണ് ഡിഫൻസിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ഡിഫൻസാണ് കളിച്ചത്, നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇറങ്ങി ബോൾ എടുത്തും ആ രീതിയിൽ കളിച്ച് മോഹൻ ബഗാൻ പോലത്തെ ഒരു ടീമിനെ, അവരുടെ പേര് തന്നെ ഉണ്ട് സൂപ്പർ ജയൻസ് പോലത്തെ ഒരു ടീമിനെ നമ്മൾ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു 80 മിനിറ്റ് മുതൽ ഉള്ളത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവരുടെ കുന്തമുനയായിട്ടുള്ള ആഷിഖ് കുർണിയൻ, കമ്മിങ്സിനെയൊക്കെ ഇറക്കിയിട്ട് അവന്മാർ നമ്മുടെ നെഞ്ചത്ത് ചടപടാന്ന് നല്ല അമുട്ട് പൊട്ടിച്ചു എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ യൂഷ്വലി നമ്മളെപ്പോഴും ഒരു ഫുൾ ഫോമിൽ കളിക്കാറില്ല, അല്ലെങ്കിൽ ഫുൾ ഋതത്തിൽ നമ്മളും കളിക്കാറില്ല. മോഹൻ ബഗാൻ്റെ യൂഷ്വൽ പാറ്റേൺ എന്ന് പറയുന്നത് അവരൊരു സ്ലോ ആയിട്ടാണ് കളിയിലേക്ക് കയറുക. പക്ഷെ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, നൈസായിട്ട് അവർക്കെതിരെ ഒരു ഗോളൊക്കെ അടിച്ച് ലീഡിൽ നിന്ന സമയത്ത് അവന്മാർ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമുക്കിട്ട് നല്ല രീതിയിൽ തന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. യൂഷ്വലി മിക്കായൽ സ്റ്റാറയിൽ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർമേഷൻ അത് മാറ്റാറുണ്ട്. അത് ഈ പ്രാവശ്യം ഉണ്ടായി. പക്ഷെ രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് മാറ്റാറുള്ള ആളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പുള്ളിക്ക് പ്ലേയേഴ്സിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല, സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നില്ല. വരേണ്ട സമയത്ത് വരണം. അത് തന്നെയാണ് ഇതിന് പറ്റിപ്പോയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പം ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറിനെ പോലെ തന്നെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും ഗോൾ കീപ്പർ നല്ല കാട്ടയ്ക്ക് ആരടാ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫൈറ്റിലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് അത്യാവശ്യം നല്ല ഡിഫൻസാണ്. കാരണം ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീം ഇപ്പോഴും നിലവിൽ അവർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ കാര്യം തന്നെ ഈ മത്സരത്തിൽ നമ്മുടെ തോൽവിയിലും പറയാനായിട്ടുള്ളൂ, നമ്മുടെ ഡിഫൻസ്. ഇപ്രാവശ്യവും 5 ഇട്ട് കളിച്ച് നോക്കിയെങ്കിൽ പോലും അതിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 3 സെൻറ്റർ ബാക്സ് എങ്കിലും വരണം. ഇപ്രാവശ്യം അത് ആ രീതിയിലല്ല വന്നത്. വിങ്ങിലെ കാര്യങ്ങളും ബാക്കി സംഭവങ്ങളും സെൻട്രലിലൂടെ കളിയൊക്കെ കൊണ്ടുവന്ന് മാക്സിമം നമ്മൾ വേറൊരു പാറ്റേണിൽ കളിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമ്മുടെ ഡിഫൻസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫോർവേഡിൽ നിന്ന് ഒരു ഫോറിൻ പ്ലെയറിനെ മാറ്റി കോയഫിനെ പരീക്ഷിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനിയല്ല നമ്മുടെ ഏറ്റവും നല്ല ഡിഫൻഡേഴ്സിനെ ഒരേ സമയത്ത് ഇറക്കി കളിക്കേണ്ട വന്നാലും കളിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീം. ആ ടീം ഡിഫൻസിൽ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് തിയറിയാണ്. കോച്ചിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇനി അത് നമുക്ക് ന്യായീകരിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫൻസ് സ്ട്രോങ് ആക്കാനായിട്ട് ഇനി 5 ഇട്ട് 3 സെൻറ്റർ ബാക്സിന് ഇട്ട് കളിച്ചാൽ പോലും അതാ ഇടുന്ന 3 പേരും കൃത്യമായിട്ട് അവസാനം വരെയും കളിക്കാൻ പറ്റുന്നവരായിരിക്കണം.
മിലോസ് ആക്ച്വലി ഒരു ഗോൾ അടിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, സച്ചിൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാ, വിശാൽ 2 ഇടും എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഗോൾ കീപ്പേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ഇന്നലെ നമുക്ക് ഒരു ഇച്ചിരിയും കൂടെ എവിടെയൊക്കെയോ ഒരു 70 മിനിറ്റ് വരേക്കും ഒരു ഇച്ചിരിയും കൂടെ മോഹൻ ബഗാനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിപ്പിച്ചത്. എന്നാൽ അവരുടെ കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി നല്ല ടീമിനെ സ്ട്രോങ് ആക്കി വിങ്ങിലൂടെയും സെൻട്രലിലൂടെയൊക്കെ കളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 എണ്ണമാണ് നമ്മുടെ നെഞ്ചിലേക്ക് അടിച്ച് കയറ്റിയത് അവന്മാർ അല്ലേ. എന്തായാലും ഇതൊക്കെ തന്നെയാണ്, കാരണം ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഡിഫൻസ് നമ്മൾ സ്ട്രോങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിഫൻസ് നമ്മൾ ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കളി നമ്മുടെ കയ്യിലിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മികച്ച ഫോർവേഡാണ് നമുക്കുള്ളത്. അതായത് എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഗോൾ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിനെയും കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള പ്ലെയേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം, മാക്സിമം ഈ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് നല്ല സ്ട്രോങ് ആക്കാനുള്ളത് എന്താണോ പറ്റുക. അതിനിപ്പോൾ ജനുവരി ട്രാൻസ്ഫറിൽ നമുക്കൊരു ഇന്ത്യൻ ഡിഫൻഡറിനെ അത് എത്ര കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹീഫിൻ്റെ കാര്യമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മുമ്പത്തെ പല മത്സരങ്ങളിലും പലതരത്തിലുള്ള എററുകൾ കീപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പുള്ളിക്ക് പലപ്പോഴും ഒരു ISL ഇൻട്രൊഡക്ഷൻ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നി. പക്ഷെ എന്നാലും ഇന്നലെ ഒരു മലയാളി താരം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത് നമ്മൾ തോറ്റു ആ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളി ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ അവിടെ നിന്ന് നല്ലൊരു പെർഫോമൻസ് കിട്ടുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമാണ്. അതിന് എനിക്ക് തോന്നുന്നു പുള്ളിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് കോച്ച് പുള്ളിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ദൗത്യം അത് കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഇത് ഫുട്ബോളിലെ ഭയങ്കര വലിയൊരു തിയറി തന്നെയാണ്. അതായത് എത്രമാത്രം നമ്മൾ ഗോൾ അടിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ഗോള് കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പോയിന്റ്സ് കയ്യിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലെയർ ഓഫ് ദ മാച്ചോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗോൾ അടിച്ച് ഫാൻസിനെ തൃപ്തിപ്പെടുത്തിയെന്നോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി വേണ്ടത് 11 വർഷമായി നമുക്കൊരു ട്രോഫിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഡിഫൻസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് തന്നെ പലരും വെൽ പ്ലേഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമേഷനിൽ മാറ്റം വന്നപ്പോൾ വി വെർ മച്ച് ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം. അതേ ഡിഫൻസിൽ നമ്മൾ നല്ലൊരു എറേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഫസ്റ്റിലെ ഗോൾ സച്ചിനെ കുറ്റം പറയാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഫോർവേഡിനെ ട്രാക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്ക് ആ ബോള് ഷോട്ട് വന്നിട്ട് പുള്ളി മാത്രമേ ഉള്ളൂ, ഡിഫൻഡർ അവിടെ ഇല്ലതാനും നമ്മുടെ ആൾ. സച്ചിൻ്റെ മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ, അത് ക്ലിയർ ചെയ്യേണ്ട ബോളാണ്. പക്ഷെ എന്നിട്ടും അത് ഇട്ട് കൊടുത്തു നേരെ ഫ്രണ്ടിലേക്ക്, മോനെ അടിയടാ മുത്തേ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണ പോലെ സച്ചിൻ പാസ് കൊടുത്തു. സച്ചിന് പലപ്പോഴും ഇപ്പോൾ കുറച്ചായിട്ട് സച്ചിനെ ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ ഒരു വിശ്വാസമാണ്, അവൻ തടഞ്ഞിടും, അവൻ അതിനുള്ളൊരു ഇതുള്ളതാണ്, അവനൊരു ഭയങ്കരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വികാരം ഉള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പലപ്പോഴും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് പലതവണയും വരുന്നത് മിസ്റ്റേക്കുകളായി മാറുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ കുറച്ച് ഈ സീസണിൽ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മത്സരങ്ങളിലും നമുക്ക് വിനയായി വന്നിട്ടുണ്ട്. അപ്പുറത്ത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഗോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഗോൾ വന്നില്ലെങ്കിലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിൽ നമ്മൾ ഗോൾ വഴങ്ങുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയാണെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടീമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ വിച്ച് ഇസ് വെരി എന്താ പറയുക നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റുള്ളൂ. സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അതിനൊക്കെ മാറ്റങ്ങൾ അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ 10ാം സ്ഥാനത്താണ്. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുകയുള്ളായിരിക്കും തോന്നുന്നു. പ്ലേ ഓഫ്സ് പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ ഓർക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പൻ ടോക്കീസിൽ നിന്നും ആൻഡപ്പൻ സൈനിങ് ഓഫ്. ചിൽ കുപ്പിച്ചിൽ.